പുതിയൊരിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രോയിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഡ്രോയിങ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളോട് ക്യാമറാമാൻ ഒരു തീം പറയും. ആ തീമിനനുസരിച്ച് നമ്മൾ ഈ ഒരു പേജ് ഫുള്ള് ഒരു പടം വരയ്ക്കണം. എന്നാലേ നമുക്കതിൽ മാർക്ക് കിട്ടത്തുള്ളൂ. അതുമല്ല, ഈ പടം വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്രാമത്തെ പടമാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ക്യാമറ തീവ് പറ. റെയിൻബോ വിത്ത് ക്ലൗഡ്സ് സണ്ണ്. ഓക്കെ, നമ്മളോട് ക്യാമറാമാൻ പറഞ്ഞിട്ടുള്ള റെയിൻബോ വരയ്ക്കണം, ഒരു സണ്ണിനെ വരയ്ക്കണം, പിന്നെ ക്ലൗഡ്സ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ റെയിൻബോ വരയ്ക്കാം. റെയിൻബോ വരയ്ക്കണേ കുറേ പാട് വരും, കാരണം ഈ പേജിൽ ഫുള്ളായിട്ട് വരയ്ക്കണം. അപ്പം ഇതൊന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. നോക്കട്ടെ, 1 2 3 4 5. അപ്പം 7 എണ്ണം അടിക്കാനുള്ള സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അവിടെ ക്ലൗഡിനെ വരയ്ക്കാം, എന്നുവെച്ചാൽ മേഘം. ഞാനിങ്ങനൊക്കെ വരയ്ക്കത്തുള്ളൂ ഗൈസ്. പണ്ടൊക്കെ ഞാൻ നല്ലോണം വരയ്ക്കാറുണ്ട്, ഇപ്പൊ പിന്നെ ഇങ്ങനൊന്നും വരയ്ക്കാറില്ല. നമ്മുടെ അവിടെ എല്ലാം ക്ലൗഡ് വരച്ചിട്ടുണ്ട്. പിന്നെ മേളിലൊരു സണ്ണിനെ കൂടെ വരയ്ക്കാം. അതിന് വേണ്ടി ഒരു വട്ടം, കണ്ണും മൂക്കും വേണോ? കണ്ണും മൂക്കും വരച്ചേക്കണം. നമ്മള് ഷോർട്സ് ആണ് എപ്പോഴും ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വലിയ വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു മൂഡ് വരത്തില്ല. മൂടുള്ളപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഉഷാറാണ്. ഞാൻ പണ്ടങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ടു, അതാണ് ഞാൻ അപ്പം തോന്നിയ ഒരു ഇതിലിട്ട വീഡിയോ ആണ്. ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, ഉണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ പടം വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരച്ച പടം. അപ്പം നമുക്ക് ഇതിന് കളർ കൊടുക്കാം. റെയിൻബോയ്ക്ക് ആദ്യം റെഡ് കളർ കൊടുക്കാം. ആദ്യത്തെ ആയതിന് മൂക്കടെ പോകാൻ എനിക്ക് എൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് ഞാൻ പോയപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് പനിയായിരുന്നു. അവളുടെ പനി എനിക്ക് കിട്ടി. അതിപ്പോൾ ഞാൻ ആർക്കെങ്കിലും കൈമാറണം, എന്നാലേ എൻ്റെ പനി പോത്തുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ഓറഞ്ച് അടിക്കാം. ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ ശ്രമിക്കാം ഗൈസ്. ഞാൻ 2 ഡയറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മൂടില്ലാത്ത സമയം ചുമ്മാ ഇരുന്നുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാത്തത്. അപ്പം അടുത്ത് യെല്ലോ കളർ അടിക്കാം. എല്ലാവരും പറയും ആദ്യം ഈ കളറാണ് തുടങ്ങുന്നത്. ചുമ്മാതാ, ആദ്യം റെഡാണ് ഗായ്സ്. മേളിൽ നിന്ന് താഴോട്ടല്ലേ തുടങ്ങുന്നത്. അപ്പം ആദ്യം റെഡ് കളറാണ്. എന്നോട് ചിലവരൊക്കെ പറയും ഈ ഒരു കളറില് ഇതാ ഫസ്റ്റ് വരുന്നത്. അതെ, ഓക്കെ. അടുത്ത ഗ്രീൻ അടിക്കാം. നമുക്ക് ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ഇടുന്നല്ലേ. ലൈക്ക് ഷെയർ ഒക്കെ ഇട്, സബ്സ്ക്രൈബ് ചെയ്യണം.
അടിച്ചു. ഇപ്പം നമുക്കിനിയും ഒരു 2 കളർ കൂടെ ഉള്ള അടിക്കാൻ. അത് വേറെ ഒരു കളറുമല്ല, നമ്മുടെ ഡാർക്ക് ബ്ലൂവും പർപ്പിളും. അപ്പം ഡാർക്ക് ബ്ലൂ അടിക്കാം. അമ്മ ഒന്ന് നോക്കിയിട്ട് പോകുന്നു ഗൈസ് നമ്മൾ എന്തെടുക്കുവാണ്. അടുത്ത പർപ്പിൾ അടിക്കാം. പർപ്പിൾ നമ്മൾ ഓയിൽ പേസ്റ്റ് ആണ് അടിക്കുന്നത്. അപ്പൊ കുറച്ചടിക്കുക, പിന്നെ കൈ വെച്ച് ഇതുപോലാക്കുമ്പോൾ കറക്റ്റാണ്. അതാകുമ്പോൾ കയ്യിലും അങ്ങനെ ഒന്നും ആവത്തില്ല. എന്നുവെച്ചാൽ ഇപ്പം മാത്രമേ ആവത്തുള്ളൂ, അത് കഴുകിയാലൊക്കെ പൊക്കോളൂ. അടുത്ത ലൈറ്റ് ബ്ലൂ എടുക്കുക. ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഈ ക്ലൗഡ്സിൻ്റെ സൈഡൊന്ന് വരച്ച് കൊടുക്കാവേ. ഇനി ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ക്ലൗഡ്സിൻ്റെ ഉള്ളിലെ കളർ ഇങ്ങോട്ട് അടിച്ചു കൊടുക്കാം. എല്ലാ ക്ലൗഡ്സിനും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വലിയ ക്ലൗഡ് കൂടെ ഉണ്ട്, അതിനൂടെ കളർ അടിക്കാനുണ്ട്. ഇനി സണ്ണിനും കൂടെ ഉള്ളു ഗ്യാസ് കളർ അടിക്കാൻ. അതുകൂടെ അടിച്ചാൽ നമ്മുടെ ആദ്യത്തെ ഇത് കഴിയും. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്യാസ്. അപ്പം നമ്മൾ നല്ലവണ്ണം തന്നെ ആദ്യത്തെ ഒരു പോർഷൻ അടിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടായിരുന്നു ഈ ഒരു ക്ലൗഡില്ലേ, അത് വന്നപ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് വേണ്ടായിരുന്നു ഇപ്പം തോന്നുന്നുണ്ട്. എന്തായാലും വരച്ചു പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പിക്ചർ. ഇനി രണ്ടാമത്തെ പിക്ചറിലേക്ക്. അപ്പോൾ അതേ ഗ്യാസ് നമ്മൾ രണ്ടാമത്തെ ഇതിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡ്രോയിങ്ങിലൊക്കെ കിടക്കാം. എന്താണ് വരയ്ക്കേണ്ടത്? ഒരു ഹൗസ്, ഒരു ഗാർഡൻ, ഒരു ട്രീ. ഗാർഡൻ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് ചരിച്ച് വെക്കാം, എന്നാലേ ഇത്ര സ്പേസ് കിട്ടുള്ളൂ. ചരിച്ച് പിടിച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ഹൗസ് വരയ്ക്കാം. അത്രയ്ക്ക് കുഞ്ഞൊന്നുമല്ല, പക്ഷെ ഏകദേശം ഒരു കൊച്ചു ഹൗസ്. നമ്മൾ ഹൗസിൻ്റെ മേൽക്കൂര സെറ്റാക്കി. ഇനി ബാക്കി അടിയിലേക്കുള്ള ഭാഗം വരയ്ക്കാവേ. ഓക്കെ, ഇനിയും ഈ ഒരു ഭാഗത്തായിട്ടൊരു ജനൽ വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു ചെറിയ ഡോറ് വരച്ചു കൊടുക്കാവേ. ഓക്കെ, ഇനി നമുക്കൊരു ട്രീ വരച്ചു കൊടുക്കാം. ആ ട്രീ കുറച്ച് വലിയ ട്രീ ആവട്ടെ, വീടിൻ്റെ അവിടോട്ടൊക്കെ. ഒരു ചെറിയ കൊമ്പൂടെ വരച്ചു കൊടുക്കാം. അതിന് താഴെയായിട്ടൊരു ഫ്ലവർ ബോട്ടിൽ, അതിൽ ഫ്ലവർ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ വരയ്ക്കാം എന്നാണ് ഞാൻ കരുതുന്നെങ്കിൽ. നടക്കുമോന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. ക്യൂട്ടൊന്നും വേണ്ട, അല്ലാതെ വരയ്ക്കും. ഇനി ക്യൂട്ടാക്കിയിട്ടത് വല്ല യക്ഷയുടെ കൂട്ടായി പോയാൽ. ഓക്കെ, ഇനി നമുക്കൊരു നടന്നു പോകണ്ടേ പാത, അതൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. ഇവിടെ റോസാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി ഇവിടെ ലീവ്സ് വരച്ചു കൊടുക്കാം. ലീവ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരച്ചത്. ഗാർഡൻ പോലൊന്നും
വരയ്ക്കാൻ നമുക്ക് സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ഫ്ലവർ പോട്ടിൽ വരച്ചത്. അടുത്ത നമുക്ക് ഇതിന് കളർ കൊടുക്കാം. ആദ്യം തന്നെ പിങ്കോ റെഡോ ഏതെങ്കിലും ഒരു കളർ എടുത്ത് റോസിന് കൊടുക്കാം. ഞാനിവിടെ പിങ്കാണ് എടുത്തേക്കുന്നത്. ഇനി ഗ്രീൻ കളർ എടുത്ത് ലീഫിന് കൊടുക്കാം. നമ്മൾ ആ ഒരു ചെടിച്ചട്ടിക്ക് കൊടുക്കുന്ന കളർ ഓറഞ്ചാണ്. ഓറഞ്ച് കളർ ചെടിച്ചട്ടിക്ക് കൊടുക്കാം. അപ്പുറത്തെ ചെടിച്ചട്ടിക്കും ഓറഞ്ച് കളറാണ്. അടുത്ത ഫ്ലവറിന് യെല്ലോ കളറാണ് ആകാശം കൊടുക്കുന്നത്. ആ ഒരു മൊട്ടില്ലേ, ഈ ഒരു സാധനമില്ലേ, അതിന് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലീഫിനൂടെ ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, ഗ്രീൻ കളർ ലീഫിന് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രീയുടെ ലീഫിന് കൊടുക്കാം ഗ്രീൻ കളർ. ഇനി നമുക്ക് ബ്രൗൺ കളർ എടുത്ത് ട്രീയുടെ ആ ഒരു തണ്ടില്ലേ, മരം തടി, അതിൻ്റെ കളർ കൊടുക്കാം. ഓക്കെ, നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുവഴി പോകുന്ന പാതയിൽ കൂടി ബ്രൗൺ കളർ കൊടുക്കാം. ഇനി ഗ്രീൻ കളർ എടുക്കുക, ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കുക. ഞാൻ അവിടെ ഡാർക്ക് ഗ്രീൻ ആണ് എടുത്തേക്കുന്നത്. ഗ്രീൻ എടുത്തത് ഈ ഒരു പോർഷനിൽ കൊടുക്കാം. നമ്മൾ ഈ ഒരു നടക്കുന്ന പാതയുടെ അപ്പുറത്ത് ഇട്ടു. ഇനി ഹൗസിന് കളർ കൊടുക്കാം. നമ്മൾ ആ ഒരു ഡോർ ഇരിക്കുന്ന ഭാഗത്ത് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ പിങ്ക് ആണ് കൊടുക്കുന്നത്. ഫാൻ ഇട്ടേക്കുന്നത് കൊണ്ട് പേപ്പർ പറക്കുക. വിൻഡോയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കാം. ഇനി ഡോറിന് നമുക്കൊരു ബ്രൗൺ കളർ കൊടുക്കാം. ഇത് പിങ്കാണ്, ബ്രൗൺ അല്ല. ഓക്കെ, ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ കളർ. ഇനി മേൽക്കൂരയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് റെഡാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പിക്ചർ. ഓക്കെ, ഇനി മൂന്നാമത്തെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് മൂന്നാമത്തെ ഇതിലേക്ക് കടന്നിട്ടുണ്ട്. ക്യാമറമാൻ പറയാം അടുത്തത്. ഒരു പാലസ്, ഒരു മരം, മല, പിന്നെ വഴി. ഓക്കെ, അപ്പം ക്യാമറമാൻ പറഞ്ഞിട്ടുള്ള ഒരു പാലസ് വരയ്ക്കുക, ഒരു ട്രീ വരയ്ക്കുക, ഒരു മൗണ്ടൻ വരയ്ക്കുക, മല വരയ്ക്കുക, പിന്നെ ഒരു വഴി. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞി പാലസ് വരയ്ക്കാം. വലിയത് വരച്ചാൽ പിന്നെ സ്ഥലമൊന്നും കാണില്ല, അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു പാലസ് ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഇവിടെ ആയിട്ട് നമ്മളൊരു കുഞ്ഞി പാലസ് വരച്ചു കൊടുക്കാം.
പാലസ് ഒന്നും വരയ്ക്കാൻ അറിയില്ല. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. സെറ്റാവുമോ എന്തോ. പാലസിൻ്റെ മേളിൽ നമ്മളൊരു ഫ്ലാഗ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വഴി വരയ്ക്കണ്ടേ? വഴി വരയ്ക്കാം. ഓക്കെ, ഒരു വഴി വരച്ചിട്ടുണ്ട്. ഇനി മല വരയ്ക്കാവേ. അതിൻ്റെ ബാക്കിലായിട്ട് മല വരയ്ക്കാം. ഓക്കെ, നമ്മളവിടെ മല വരച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രീ വരയ്ക്കാം. എന്താ വരച്ചാലും ട്രീ വരച്ചില്ല ഒരു സുഖമില്ല. അങ്ങനെ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. ആ ട്രീ വന്നപ്പോൾ എന്തോ ഒരു ഇതില്ലേ. ട്രീ വേണോ ക്യാമറമാനെ? ട്രീ വേണോ? അതൊരു ഭംഗിയില്ല. അത് ഇച്ചിരും കൂടി വലിയതാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവും. ഓക്കെ, നമുക്ക് ഈ ട്രീ കുറച്ചുകൂടെ വലിയതാക്കിയിട്ട് വരച്ച് നോക്കാം. ക്യാമറാമാനാണ് പറഞ്ഞത് ഇത്ര വലിയതാക്കി വരച്ച് നോക്കാം. ഇതെല്ലാം പന്നലായ ക്യാമറാമാനെ ഉണ്ടല്ലോ. നമ്മളപ്പം അടുത്ത ഒരു വലിയ ട്രീ വരച്ചു കൊടുത്തു. ഇതാണ് ഞാൻ വരച്ച പിക്ചർ. ഇതിന് കളർ കൊടുക്കാവേ. ഇതാണ് ഞാൻ വരച്ചത്. അപ്പം ഇതിന് ഇനി കളർ കൊടുക്കാം. നമ്മൾ മലയ്ക്ക് കളർ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഗ്രീനാണ് ഞാൻ മലയ്ക്ക് കളറായിട്ട് കൊടുക്കുന്നത്. മല ഒരു ചെറിയ ഒരു ഇതൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മലയ്ക്ക് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് ഗ്രീൻ നമുക്ക് ട്രീക്ക് കളറാക്കാം. നമ്മൾ പാലസിന് കൊടുക്കുന്ന പിങ്ക് കളറാണ്. പിങ്ക് കളർ പാലസിന് കൊടുക്കാം. വഴിക്ക് നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്, ലൈറ്റ് കളറാണ്. ഓക്കെ, ഇനി ഗ്രീൻ എടുക്കുക. നമ്മൾ ബ്രൗൺ എടുത്തിട്ട് വുഡിനടിക്കാം. ഓക്കെ, നമ്മൾ വുഡിനടിച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് ഡാർക്ക് ഗ്രീനോ ലൈറ്റ് ഗ്രീനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ആ ഒരു ഫ്ലോറിൽ വയ്ക്കാം. ഞാൻ ഇവിടെ ഡാർക്ക് ഗ്രീൻ എടുത്ത് ചുമ്മാ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ എടുക്കുക, അവിടെ ഒന്ന് ചുമ്മാ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് വരച്ച പിക്ചർ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് വരച്ച പടം. രണ്ടാമത്തെ പടം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പടം. മൂന്നാമത്തെ പടം നമ്മളിപ്പോൾ കാണിച്ചതാണ് പാലസ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പടം.
ഈ 3 പടത്തിൽ നിങ്ങൾക്ക് ഏത് പടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരണം. അല്ലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താലും മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റിൽ പടം. 3 പടത്തിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ റെയിൻബോ പിക്ചർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൗസ് പിക്ചർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാണെങ്കിൽ പാലസ് പിക്ചർ എന്നോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെ ഫസ്റ്റ് പിക്ചർ, സെക്കൻഡ് പിക്ചർ, തേർഡ് പിക്ചർ ഒക്കെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.